സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ആളിനെ പറ്റി. വീണ്ടും അതേപോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആളാരാണെന്നുള്ള തമ്മിൽ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആളൊരു അവതാരമാണ് കേട്ടോ. ദശാവതാരം എന്നൊക്കെ പറയുന്നത് പോലെ 10 തലയുള്ള ഒത്ത രാവണൻ, അതാണ് അദ്ദേഹം. അതായത് കലിംഗ സംവാദ പരിപാടികളിലൊക്കെ പോകുമ്പോൾ എനിക്കിവിടെ എയിംസ് കൊണ്ടുവരണം, തൃശ്ശൂരിലും ആലപ്പുഴയിലുമൊക്കെ ആയിട്ട് എനിക്ക് എയിംസ് കൊണ്ടുവരണം, എയിംസ് ഞാൻ പ്രാബല്യത്തിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഉന്നത കുലജാതൻ. പിന്നീട് എയിംസ് എന്ന് പറയുന്നൊരു സാധനം കേന്ദ്രം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ തള്ളിക്കളയുകയും എയിംസിന് പകരം കൊടുത്തത് ആമ മുട്ടയാണെന്നുള്ളത് മനസ്സിലായപ്പോൾ പിന്നീട് എവിടെയും കാണാതെ വാനിഷായി പോയൊരു ഉന്നത കുലജാതനെ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ഇതാ ഈ പറയുന്ന ഗുരുവായൂർ, എനിക്കൊന്ന് അമ്പലത്തിൽ എന്തോ പോയിട്ട് ഒരു പ്രസംഗം നടത്തുന്ന സമയത്താണ് ഈ കാര്യം പറയുന്നത് കേട്ടോ. അതായത് പുള്ളിക്ക് പറയാനുള്ളത്, ഈ 365 ദിവസവും എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് പ്രവർത്തിക്കണം, അതായത് ഗുരുവായൂരപ്പൻ്റെ കൂടെ എനിക്ക് ഇരിക്കണം. പണ്ട് എല്ലാവരുടെയും ഇഷ്ടദൈവമായിട്ടുള്ള അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവത്തിനെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു സുരേഷ് ഗോപി. എനിക്ക് അയ്യപ്പൻ ദൈവമല്ല, എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് അയ്യപ്പൻ. ഒരുപാട് തവണ ശബരിമലയിൽ കയറിയിട്ടുള്ള, ഒരുപാട് പൂജകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് പറയേണ്ട അഹങ്കാരമൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് അയ്യപ്പൻ എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്, അയ്യപ്പൻ എൻ്റെ എല്ലാമാണ്, എനിക്കൊരു മനുഷ്യനെ പോലെ തന്നെയാണ് അയ്യപ്പൻ എന്നൊക്കെയായിരുന്നു അന്ന് സുരേഷ് ഗോപിജി പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വന്നിരിക്കുന്ന വീഡിയോ നിങ്ങളെ കാണിക്കുന്നതിന് മുൻപ് സുരേഷ് ഗോപി 2 വർഷങ്ങൾക്ക് മുൻപ് എന്താണ് പറഞ്ഞതെന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിൽ പറയുന്നത്, എനിക്ക് അസൂയയാണ് ഈ പൂണൂലിട്ട വർഗത്തിനോടെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ തുടങ്ങുന്നത്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. അമ്പലങ്ങളിൽ കയറി പൂജ ചെയ്യുന്നുണ്ട്, അവസ്ഥ എനിക്കറിയാം. പക്ഷെ ശബരിമലയെ സംബന്ധിച്ച് കേരള സർക്കാരിന്റെ ഇടതും വലതും നടുവും ഒക്കെ ഭരിച്ച കാലത്തും അവർ തന്നെയാണ് ഈ പൂജ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ചെയ്താൽ, അത് തുടർന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും നല്ല ബോധ്യം ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടായിരിക്കും, അതൊരു സമ്പ്രദായമാണ്. അപ്പൊ ഞാൻ അന്നൊക്കെ എത്രയോ പടിപൂജകൾ അവിടെ ചെയ്തിരിക്കുന്നു, എത്രയോ ഉദയാസ്തമന പൂജകൾ അവിടെ ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 47 മലചവിട്ടലുകൾ നടത്തിയ പാദങ്ങളാണ് എന്റേത് എന്നല്ല ഞാൻ ഭയങ്കരം ഹൃദയമാണ് എന്റേത്. അയ്യന്, എന്റെ അയ്യന്ന് വേറെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ അതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അയ്യൻ എന്ന് പറഞ്ഞാൽ എന്റെ ബ്രദർ. എനിക്ക് അയ്യപ്പൻ ദൈവമല്ല, എന്റെ സ്വന്തം സഹോദരനാണ്. ആ സഹോദരൻ സന്യാസം സ്വീകരിച്ച അച്ഛനോടും അമ്മയോടും, എന്റെ അച്ഛനോടും അമ്മയോടും കലഹിച്ച് പോയി ഒരു ബോർഡിംഗ് സ്കൂളിലിരിക്കുന്നു. വെക്കേഷൻ കാലത്ത് പോലും ഇങ്ങോട്ട് വരത്തില്ല, അങ്ങോട്ട് ചെന്ന് കാണണം, അമ്മയെ തീരെയും കാണണ്ട എന്ന് പറയുന്ന എന്റെ അയ്യൻ. അടിപൊളി. അപ്പൊ ഈ ഇന്നലെയിലെ പോലെ ഇതാണ് 2 വർഷങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി പറഞ്ഞ വലിയ വിവാദപരമായിട്ടുള്ളൊരു പരാമർശം. അതായത് അയ്യപ്പൻ എൻ്റെ സഹോദരനാണ്, ഒരിക്കലും ഒരു ദൈവമായിട്ടല്ല ഞാൻ കാണുന്നത്. അച്ഛനോടും അമ്മയോടും വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി ഈ പറയുന്ന ഒരു ബോർഡിംഗ് സ്കൂളിൽ എന്നോണം പോയിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠൻ, അതാണ് അയ്യപ്പൻ എന്നാണ് സുരേഷ് ഗോപി ഇവിടെ പറയുന്നത്. ഇത് 2 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഈ 2 വർഷങ്ങൾക്ക് മുൻപും സുരേഷ് ഗോപിയുടെ ഉള്ളിൽ ഞാനെന്തോ വലിയ ഉന്നത കുലജാതനാണെന്നുള്ള ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചിന്താഗതിയിൽ ഇന്നും ഒരു കോട്ടവും വന്നിട്ടില്ല, ഒരു മങ്ങലും വന്നിട്ടില്ല. ഇന്നും അങ്ങനെ തന്നെയാണ് അയാൾ വിചാരിക്കുന്നത്. അയാളെന്തോ വലിയ മറ്റേ സംഭവമാണ്. അയാളുടെ മുന്നിൽ വരുന്നവരെല്ലാം അയാളെക്കാളൊക്കെ താഴെയാണ്, അയാളാണ് ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടതെന്നുള്ളൊരു ചിന്താഗതി അയാളുടെ ഉള്ളിലുണ്ട്. അതെന്തോ ആവട്ടെ, അതൊക്കെ അവരുടെ ചിന്താഗതികളാണ്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ അയാൾ 2 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞൊരു കാര്യം, അത് ഞാനിപ്പോൾ എന്തിനാണ് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ അയാൾ പറയുന്ന കാര്യവുമായിട്ട് വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വീഡിയോ നിങ്ങളിത് കാണിച്ചു തരാം. ആ വീഡിയോ കൂടെ കണ്ടിട്ട് ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. അതോടെ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ജീവിതത്തിൽ ഞാൻ അങ്ങേയറ്റം മോഹിക്കുന്നത് 365 ദിവസവും ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ ആധികാരികമായി പ്രവർത്തിക്കാൻ സാധിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പൊസിഷൻ ഇസ് ഓൺലി ദി ചെയർമാൻ ഓഫ് ദി ഗുരുവായൂർ ദേവസ്വം ബോർഡ്. നെഞ്ചത്ത് കൈവച്ചാൽ മതി. ഇതിനപ്പുറം എനിക്ക് ഒരു ആഗ്രഹവുമില്ല. അല്ലേ, അയ്യപ്പനെ സേവിക്കണം, അയ്യപ്പൻ്റെ അടുത്ത് പാദപൂജകൾ ചെയ്യണം, ശബരിമലയിൽ എന്തോ മറ്റേതൊക്കെ മറിക്കണമെന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിജി നിങ്ങളല്ലേ ഇപ്പോൾ ഗുരുവായൂർ എന്നിട്ട് ഇത് പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് അയ്യപ്പനെ വേണ്ടേ?
നിങ്ങളുടെ ജ്യേഷ്ഠനല്ലേ അവിടെ ഇരിക്കുന്നത്, ഗുരുവായൂരപ്പനെ വേണോ? അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണോ? ഈ ഇരട്ടത്താപ്പും ഈ ഡബിൾ സ്റ്റാൻഡേർഡും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ കാണിക്കുന്നത്. ബാക്കിയോടെ കണ്ടു നോക്കാം. ഓ, പക്ഷെ അത് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ആരും ചോദിക്കാൻ പറ്റില്ല. ഇവിടെ ഗോപകുമാർ സാർ പറഞ്ഞതിനകത്ത് ഒരു ജില്ലയുടെ ഉച്ചാരണം ഞാൻ പറഞ്ഞു, എക്സ്പാൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ റോങ് ആയിട്ട് ഇദ്ദേഹം ജനങ്ങൾക്ക് ഗുണം പറഞ്ഞു കൊടുക്കും, ഇയാൾ തീർക്കണം. കണ്ടില്ലേ, ഇതാണ് സുരേഷ് ഗോപി അവിടെ ചെന്നിട്ട് പറയുന്നത്. എനിക്ക് 365 ദിവസമുണ്ടെങ്കിൽ ആ 365 ദിവസവും എനിക്ക് ഗുരുവായൂരപ്പൻ്റെ നടയിൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോട് ഒപ്പം ചേർന്നിരിക്കാനാണ് ആഗ്രഹമെന്നാണ് അവിടെ പറയുന്നത്. അയ്യപ്പനെ സേവിച്ച് മടുത്ത് കാണും, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഗുരുവായൂരപ്പനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ എന്ന് പറയുന്നൊരു ആരാധനാ മൂർത്തിയെ അല്ലെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിനെ പറ്റി അദ്ദേഹം ഒരിക്കലും ഒരു ദൈവമല്ല, എനിക്കൊരു മനുഷ്യനാണ്, എൻ്റെ അച്ഛൻ്റെ മകനാണ്, എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഇന്നിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഈ രീതിയിൽ പറയണമെങ്കിൽ ഇവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും ഇയാളുടെ ചിന്താഗതികൾ ഏത് രീതിയിലാണെന്നും ഇയാളുടെ ഡബിൾ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അധികമൊന്നും വേണ്ട, റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കത്തും. അതായത് സുരേഷ് ഗോപി പറയുന്നത്, അതായത് ഞാൻ ദൈവത്തിൻ്റെ തുല്യനായിട്ടുള്ളൊരു മനുഷ്യനാണെന്നാണ് സ്വയമേ പറയുകയാണ്. ഞാൻ ദൈവതുല്യനാണ്, എൻ്റെ അച്ഛനും അമ്മയും പ്രസവിച്ചൊരു മകനാണ് അയ്യപ്പൻ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മറ്റൊരു കല്യാണത്തിലുണ്ടായ മകനാണ് ഗുരുവായൂരപ്പൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. താനും അപ്പോൾ ദൈവമാണെന്നാണ് ഏകദേശം പറഞ്ഞു വരുന്നത്. ഈ സവർണ അവർണ മേധാവിത്വം എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ കേരളത്തിൽ എന്നു മുതലാണ് വന്നു തുടങ്ങിയത്? ഈ BJP അല്ലെങ്കിൽ സംഘികളെന്ന് പറയുന്ന ഒരു ടീംസ് അങ്ങോട്ട് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മലയാള സിനിമയിൽ നിന്ന് വളർന്നു വന്ന സുരേഷ് ഗോപി പോലെയുള്ള വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇവരെ കണ്ടുകഴിയുമ്പോൾ ഇൻഫ്ലുവൻസ് ആവും. എസ്പെഷ്യലി സുരേഷ് ഗോപിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെ സുരേഷ് ഗോപിയുടെയൊക്കെ ഈ രീതിയിലുള്ള ചിന്താഗതികൾ കാണുമ്പോൾ ആളുകൾ അങ്ങനെ തന്നെ ആവണം, അല്ലെ ഈ സുരേഷ് ഗോപി പോലൊരു മനുഷ്യൻ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജാതി കോമരങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് വലിച്ചു കയറി എറിയേണ്ട സമയമൊക്കെ എന്നെ അതിക്രമിച്ചു. ഇവിടെ സുരേഷ് ഗോപി പറയുന്നുണ്ട് എന്നെ മതത്തിൻ്റെ പേരിൽ വരെ കളിയാക്കുന്ന ആളുകളുണ്ടെന്നുള്ളത്. ഒന്നുമല്ലെങ്കിലും മമ്മൂക്കയ്ക്കെതിരെയൊക്കെ നീ കളിച്ചതിൻ്റെ അത്രയും, അല്ലെങ്കിൽ നിങ്ങളുടെ ടീംസ് കളിച്ചതിൻ്റെ അത്രയും കളികളൊന്നും നിങ്ങൾക്കെതിരെ ആരും കളിച്ചിട്ടില്ല. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞില്ല എന്നാണ് സുരേഷ് ഗോപി അവിടെ എടുത്തു പറയുന്നത്. സുരേഷ് ഗോപി തന്നെ പറയുന്നുണ്ട്, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്കെതിരെ ആരും ഒന്നും കളിച്ചില്ല. ഇയാൾ തന്നെ അറിയാതെ ഇടയ്ക്കൊക്കെ ഇയാളുടെ വായിൽ നിന്ന് തന്നെ വിടുവായത്തരം വരും കേട്ടോ. നമുക്കറിയാം, ഈ മമ്മൂട്ടിയുടെയൊക്കെ വീട്ടിലേക്ക് റെയ്ഡ് നടന്നപ്പോൾ, കസ്റ്റംസ് റെയ്ഡ് നടന്നപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ കളിക്കുന്ന കളിയാണെന്നുള്ളത്. നമുക്കറിയാം കസ്റ്റംസ് ആരുടെ ടീമാണ്? സംഘികളുടെയാണ്. സംഘികൾ കളിച്ച കളിയാണെന്നുള്ളത് സുരേഷ് ഗോപിക്ക് പറയാം. എന്നിട്ട് സുരേഷ് ഗോപി അവർക്ക് ഒപ്പം ഇരുന്നുകൊണ്ട് അവർക്ക് തന്നെ പണി കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ വിഷയത്തിലും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ സുരേഷ് ഗോപി പറയുന്നത്, മതത്തിൻ്റെ പേരിൽ എന്നെ കളിയാക്കുന്ന പല ആളുകളുമുണ്ട്, ഹിന്ദു ആയതുകൊണ്ട് മാത്രം എന്നെ ഒന്നും പറയുന്നില്ല എന്നുള്ളത്. ഈ ഒരു പ്രിവിലേജാണ് ഈ നാട്ടിലെ BJPയുടെ ഒരു വലിയ വളവെന്ന് പറയുന്നത്. അതായത് ഹിന്ദു ആണെങ്കിൽ ആരും ഒന്നും പറയില്ല, മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പലരും പലതും പറയും, പ്രശ്നമാവും, വലിയ വിഷയമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ചിന്താഗതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ സുരേഷ് ഗോപിയുടെ ഡബിൾ സ്റ്റാൻഡേർഡും ഡബിൾ ഈ പറയുന്ന അതിന് വേറെ പേരുകളിലൊക്കെ പറയണം, എന്തായാലും ഞാൻ ഇത്ര പറയുന്നുള്ളൂ, ഡബിൾ സ്റ്റാൻഡേർഡിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇയാൾ പറയുന്നതെല്ലാം വലിയൊരു കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം മണ്ടന്മാരുണ്ട്, മൂഢന്മാരുണ്ട്. അവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ഇയാൾ കാണിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള പ്രവൃത്തിയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. എല്ലാം എവിടെയോ സിനിമയിലുള്ളൊരു ജീവിതം, അത് റിയൽ ലൈഫിലും അങ്ങോട്ട് പകർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു സുരേഷ് ഗോപി ജി, ഒരു ഉന്നത കുലജാതനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഇത് മാത്രമല്ല, സുരേഷ് ഗോപിയുടെ വേറെയും കുറച്ച് പോസ്റ്റുകൾ ഞാൻ കണ്ടു. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് പദ്ധതി ഒരുക്കിയത് ഞാനാണെന്നും, പിന്നെ അതേപോലെ തന്നെ ഗുരുവായൂരിൽ എന്തോ ഒരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഞാൻ നരേന്ദ്രമോദിജിയുടെ അടിമയായിട്ടിരുന്നോളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെന്തായാലും സൈഡിൽ കണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എന്തായാലും ഇയാൾ അടിമ തന്നെയാണ്, ഇനിയും പ്രത്യേകിച്ചൊന്നും കൊടുത്തില്ലെങ്കിലും അയാൾ അടിമ തന്നെയാണ്. ആ അടിമപ്പണി നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സുരേഷ് ഗോപിയാണ് നമ്മൾ കാണുന്നത്. അറിവും വിദ്യാഭ്യാസവും മാത്രം ഉണ്ടായാൽ പോരാ, വിവരം കൂടി വേണം, അതും നമ്മുടെ ഒരു മുതൽക്കൂട്ടാണ്. അല്ല, അതാണ് അതിൻ്റെ ബേസിക് എന്നുള്ളൊരു കാര്യം തെളിയിച്ച് കാണിക്കുകയാണ് സുരേഷ് ഗോപിജി വീണ്ടും ഇവിടെ. എന്തൊരു കഷ്ടമാണല്ലേ, ഇയാളെയൊക്കെ പൊക്കി വിട്ട് വലിയ MP-മാർ 20 MP-മാരിൽ ഒരാളെങ്കിലും നമുക്ക് വേണ്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ തലയിൽ കൈയും വെച്ച് തൃശ്ശൂരുകാരൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. എന്തായാലും അനുഭവിക്കാനുള്ള അനുഭവിച്ചു, ഇനിയെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങളെ ഈ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി മാത്രം വന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ബൈ.